നമസ്കാരം. പ്രധാന വാർത്തകൾ. കൽപ്പറ്റയിലെ പുൽപ്പാറ എസ്റ്റേറ്റിൽ വീണ്ടും പുലി ഇറങ്ങി. പുൽപ്പാറ എസ്റ്റേറ്റിലാണ് വീണ്ടും പുലി ഇറങ്ങിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പുൽപ്പാറയിലെ എലിസ്റ്റൺ എസ്റ്റേറ്റിൽ പുലിയെ കാണുന്നത്. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. എസ്റ്റേറ്റിൽ കാടുവെട്ടാത്തതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്നില്ല, വാദം നടക്കും. പാറശാലയിൽ കാമുകൻ ഷാരോൺ രാജിനെ കഷായത്തിൽ വിഷം കലർത്തി നൽകിയ കൊലപ്പെടുത്തിയെന്ന കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ പ്രതി ഗ്രീഷ്മയുടെ ശിക്ഷാവിധി ഇന്നുണ്ടാവില്ല. ഇന്ന് കോടതി ശിക്ഷാവിധിയിൽ വാദം കേൾക്കും. ശിക്ഷ പിന്നീട് വിധിക്കൂ എന്നാണ് വിവരം. കേസിൽ ഗ്രീഷ്മയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്ന മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. തെളിവില്ലാത്തതിനാൽ രണ്ടാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മയുമായ സിന്ധുവിനെ കോടതി കുറ്റവിമുക്തയാക്കി. കണ്ണൂരിൽ കീപാഡ് ഫോൺ പൊട്ടിത്തെറിച്ചു, 68കാരന് പൊള്ളലേറ്റു. കണ്ണൂരിൽ കീപാഡ് ഫോൺ പൊട്ടിത്തെറിച്ച് 68കാരന് പൊള്ളലേറ്റു. കണ്ണൂർ ശ്രീകണ്ഠാപുരത്താണ് സംഭവം. കേരള ബാങ്കിന്റെ ശ്രീകണ്ഠാപുരം ശാഖയിലെ കളക്ഷൻ ഏജന്റായ ചേപ്പറമ്പിലെ ചേരൻ വീട്ടിൽ മധുസൂദനാണ് പൊള്ളലേറ്റത്. ബാങ്ക് റോഡിലെ ചായക്കടയിൽ വെച്ചാണ് സംഭവം. കീപാഡ് ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ചെറിയ തോതിൽ തീ പടർന്ന ശേഷം ഷർട്ട് കത്തുകയായിരുന്നു. ചായക്കടയിൽ ഉണ്ടായിരുന്നവർ ഉടനെ വെള്ളം ഒഴിച്ച് തീ അണയ്ക്കുകയായിരുന്നു. പിന്നാലെ 68കാരൻ കൂട്ടുമുഖം CHSയിൽ ചികിത്സ തേടി. പൊള്ളൽ ഗുരുതരമല്ലെന്നാണ് വിവരം. എന്നാൽ ഷർട്ട് കത്തി നശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നിരവധി സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. 20കാരൻ അറസ്റ്റിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഒരു പ്രദേശത്തെ തന്നെ നിരവധി സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച വായന്നൂർ സ്വദേശി അഭയാണ് അറസ്റ്റിലായത്. കണ്ണൂർ പേരാവൂർ സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ സംഘടിതരായി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വയനാട്ടിലെ പടിഞ്ഞാറേത്തറയിൽ നിന്നാണ് അഭിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ നേരത്തെയും കേസുകൾ നിലവിലുണ്ട്. തീവെപ്പ് കേസ്, സ്ത്രീയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച കേസിലും പ്രതിയാണ് അഭി. ഇയാളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ട് പോലീസ് ഡിലീറ്റ് ചെയ്തു. വിമാനങ്ങൾ വൈകുന്നു, വിമാനത്താവളത്തിൽ വാക്കേറ്റം. 2 വിമാനങ്ങൾ വൈകിയതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോലീസും യാത്രക്കാരും തമ്മിൽ വാക്കേറ്റം. ഇന്ന് രാവിലെ മസ്കറ്റിലേക്കും ബഹ്റിനിലേക്കും പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 2 വിമാനമാണ് വൈകുന്നത്. വിമാനങ്ങൾ വൈകിയതിനെ തുടർന്ന് യാത്രക്കാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇവിടേക്ക് എത്തിയത്. ഇതേ തുടർന്ന് യാത്രക്കാരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇത് എയർപോർട്ടാണ്, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കാനാവില്ലെന്ന് പോലീസ് യാത്രക്കാരെ താക്കീത് ചെയ്തു. ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. വൈകുന്നേരം 6 മണിയോടെ മാത്രമേ വിമാനങ്ങൾ പുറപ്പെടുകയുള്ളൂ എന്നാണ് അധികൃതർ പറയുന്നത്. വിമാനം വൈകിയ സാഹചര്യത്തിൽ അധികൃതർ ബദൽ സംവിധാനം ഏർപ്പെടുത്തിയില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി.